ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ദ ഇൻ്റർഫേസ് ന്യൂക്ലിയസ് ആണ്. ഇൻ്റർഫേസ് സ്റ്റേജിൽ കാണുന്ന ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ്റർഫേസ് ന്യൂക്ലിയസിനെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഇൻ്റർഫേസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇൻ്റർഫേസ് എന്ന് പറയുന്നത് രണ്ട് സെൽ ഡിവിഷനുകൾക്കും ഇടയ്ക്കുള്ള പീരീഡിനെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് സെൽ ബിറ്റ്വീൻ ടു ഡിവിഷൻസ്. രണ്ട് ഡിവിഷൻസിന് ഇടയ്ക്കുള്ള ഒരു സെല്ലിൻ്റെ പീരീഡിനെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലോങ്ങസ്റ്റ് ഫേസ്. അതൊരു ലോങ് ടൈം എടുക്കുന്ന ഒരു ഫേസാണ്. ഇൻ എ ടിപ്പിക്കൽ ഹ്യൂമൻ സെൽ ദ ഇൻ്റർഫേസ് ലാസ്റ്റ് ഫോർ 89 hours ആൻഡ് ദ പീരീഡ് ഓഫ് ഡിവിഷൻ ലാസ്റ്റ് ഫോർ 1 hour. ഒരു ടിപ്പിക്കലായിട്ടുള്ള ഹ്യൂമൻ സെൽ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് 89 hours ആണ് എടുക്കാറുള്ളത്. സെൽ ഡിവിഷൻ അതിനെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ വെറും 1 മണിക്കൂറായിരിക്കും എടുക്കുന്നത്. ദ ഇൻ്റർഫേസ് സെൽ ഇസ് മെറ്റബോളിക്കലി ആക്റ്റീവ് ബട്ട് ഇറ്റ് ഇസ് എ റെസ്റ്റിംഗ് ഫേസ് ആസ് ഇറ്റ് ഇസ് നോട്ട് ഡിവൈഡിങ്. ഇൻ്റർഫേസ് സെൽ എന്ന് പറയുന്നത് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. പക്ഷേ അതിന് നമ്മൾ റെസ്റ്റിംഗ് ഫേസ് എന്നാണ് പറയാറുള്ളത്. കാരണം സെൽ അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നില്ല. ദ ന്യൂക്ലിയസ് ഓഫ് ദ ഇൻ്റർഫേസ് സെൽ ഇസ് നോൺ ആസ് എ ഇൻ്റർഫേസ് ന്യൂക്ലിയസ്. ഇൻ്റർഫേസ് സ്റ്റേജിലെ ന്യൂക്ലിയസിനെയാണ് നമ്മൾ ഇൻ്റർഫേസ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. The interphase nucleus is surrounded by an envelope called nuclear membrane. Interphase nucleusനകത്ത് ന്യൂക്ലിയസിനെ ചുറ്റുമുള്ള അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ സാധാരണയായിട്ട് ഒരു ഗ്രാനുലാർ ആയിട്ടുള്ള സെമി സോളിഡ് സബ്സ്റ്റൻസിനെ എൻക്ലോസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയും. നമ്മൾ സെല്ലിനകത്ത് സൈറ്റോപ്ലാസമാണ് ഉള്ളത് എന്ന് പറയുന്നത് പോലെ ന്യൂക്ലിയസിനകത്തുള്ള ഗ്രാനുലാർ ആയിട്ടുള്ള സെമി സോളിഡ് സബ്സ്റ്റൻസിനെ നമ്മൾ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നു. അതിനെ തന്നെ നമ്മൾ ന്യൂക്ലിയർ സാപ്പ് എന്നും ന്യൂക്ലിയർ മാട്രിക്സ് എന്നും കാരിയോലിംഫ് എന്നും പറയാറുണ്ട്. ന്യൂക്ലിയോപ്ലാസം കണ്ടെയ്ൻസ് ക്രോമാറ്റിൻ വെറ്റിക്കുലം ആൻഡ് ന്യൂക്ലിയോളസ്. ന്യൂക്ലിയോപ്ലാസത്തിനകത്ത് ക്രോമാറ്റിൻ വെറ്റിക്കുലവും ന്യൂക്ലിയോളസും പ്രസൻ്റാണ്. Nuclear membrane. The nucleus is separated from the cytoplasm by a semi-permeable membrane, the nuclear membrane. ന്യൂക്ലിയസിനെ സൈറ്റോപ്ലാസ്റ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സെമി പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിൻ ആണുള്ളത്. അതിനെ നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയും. അതിനെ തന്നെ നമ്മൾ ന്യൂക്ലിയർ എൻവലപ്പ് എന്നും കാരിയോതീക്ക എന്നും പറയാറുണ്ട്. ഇറ്റ് ഈസ് ഡബിൾ ലെയർഡ് ആൻഡ് ലിപ്പോപ്രോട്ടീൻ ഇൻ നേച്ചർ ആസ് എ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനെ പോലെ ലിപ്പോപ്രോട്ടീൻ നേച്ചറാണ് അതിനുള്ളത്. ലിപ്പിഡ്സും പ്രോട്ടീൻസും വെച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു ഡബിൾ ലെയർഡ് ആയിട്ടുള്ള മെംബ്രെയിനാണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒന്നല്ല 2 ലെയറായിട്ടാണ് കാണുന്നത്. ഔട്ടർ ലെയർ ഇസ് കോൾഡ് എക്ടോ കാരിയോതീക്ക. പുറത്തെയുള്ള ലെയറിനെ നമ്മൾ എക്ടോ കാരിയോതീക്ക എന്ന് പറയുന്നു. ഇന്നർ ലെയറിനെ നമ്മൾ എൻഡോ കാരിയോതീക്ക എന്ന് പറയുന്നു. They are separated by a perinuclear space which is about 150 to 300 Armstrong. Each layer is about 70 to 80 Armstrong thick. ഇനി ഈ ഔട്ടർ ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിനെ അല്ലെങ്കിൽ എക്ടോ കാരിയോതീക്കേനെ ഇന്നർ ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള ആ സ്പേസിനെയാണ് നമ്മൾ പെരിന്യൂക്ലിയർ സ്പേസ് എന്ന് പറയുന്നത്. അത് 150 to 300 Armstrong എങ്കിലും അതിന് വിഡ്ത്ത് കാണാറുണ്ട്. ഈച്ച് ലെയർ ഇസ് അബൌട്ട് 70 to 80 Armstrong thick. ഓരോ മെംബ്രെയിൻ ലെയറുകളും 70 to 80 Armstrong തിക്കാണ്. The nuclear membrane has a fluid mosaic structure similar to plasma membrane. പ്ലാസ്മ മെംബ്രെയിനെ പോലെ തന്നെ ഒരു ഫ്ലൂയിഡ് മൊസൈക് നേച്ചറാണ് ന്യൂക്ലിയർ മെംബ്രെയിനും ഉള്ളത്. The inner nuclear membrane is lined by a fibrous material called nuclear lamina. It is composed of a filament protein called lamin. ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിനെ ലൈൻ ചെയ്തുകൊണ്ട് ഒരു ഫൈബ്രസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. അതിന് നമ്മൾ ന്യൂക്ലിയർ ലാമിന എന്നാണ് പറയുന്നത്. അതിനകത്ത് ആക്ച്വലി ഒരു ഫിലമെൻറ്റസ് പ്രോട്ടീൻ ആയിട്ടുള്ള ലാമിനാണ് കാണാറുള്ളത്. ഈ ഡയഗ്രത്തിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ന്യൂക്ലിയർ മെംബ്രെയിൻ എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എൻലാർജ് ചെയ്ത് കാണിച്ചേക്കുന്നതാണ് ഇന്നർ മെംബ്രെയിനും ഉണ്ട് ഔട്ടർ മെംബ്രെയിനും ഉണ്ട്. അതിനിടയ്ക്കുള്ള പെരിന്യൂക്ലിയർ സ്പേസും അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പെരിന്യൂക്ലിയർ സ്പേസ് എന്ന് പറയുന്ന 150 to 300 Armstrong വിഡ്ത്ത് ഉള്ളതും ഓരോ ലെയറുകളും ഓരോ ഇന്നർ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് 70 to 80 Armstrong തിക്കാണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. 2 ലെയറുകളും ഫ്ലൂയിഡ് മൊസൈക് സ്ട്രക്ചറാണ് കാണിക്കുന്നത്. The outer membrane is also surrounded by lamin, but they are not well organized like the nuclear lamina.
ഇൻ്റർ മെംബ്രെയിന് അകത്തോട്ട് കാണുന്ന ന്യൂക്ലിയർ ലാമിനെ പോലെ അത്ര വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലാമിൻ പ്രോട്ടീൻ അല്ല ഔട്ടർ മെംബ്രെയിനെ സറൗണ്ട് ചെയ്തുകൊണ്ടുള്ളത്. ഔട്ടർ ന്യൂക്ലിയർ മെംബ്രെയിൻ is bisect with ribosomes. The outer membrane communicates with endoplasmic reticulum at several points. ഔട്ടർ ന്യൂക്ലിയർ മെംബ്രെയിന് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ അതിലോട്ട് പറ്റിച്ചേർന്നുകൊണ്ട് റൈബോസോംസ് പ്രസൻ്റ് ആണ്. ഔട്ടർ മെംബ്രെയിൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആയിട്ട് പല സ്ഥലങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഔട്ടർ മെംബ്രെയിൻ is often continuous with membranes of the Golgi, endoplasmic reticulum, mitochondrion and plasma membrane. ഔട്ടർ മെംബ്രെയിൻ സാധാരണയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവുമായിട്ടോ അല്ലെങ്കിൽ ഗോൾജി അപ്പാരറ്റസിൻ്റെ മെംബ്രെയിൻസ് ആയിട്ടോ മൈറ്റോകോൺട്രിയ ആയിട്ടോ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനും ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് ഔട്ടർ മെംബ്രെയിൻ കാണാറുള്ളത്. ഔട്ടർ മെംബ്രെയിൻ റഫ് ഇൻ ടെക്സ്ചറാണ്, കാരണം അതിനകത്ത് റൈബോസോംസ് പ്രസൻ്റ് ആണ്. ഇന്നർ മെംബ്രെയിൻ സ്മൂത്ത് ഇൻ ടെക്സ്ചറാണ്. ഈ ഡയഗ്രത്തിനകത്ത് കാണിച്ചിട്ടുണ്ട് ഔട്ടർ മെംബ്രെയിൻ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയാണ് ഔട്ടർ മെംബ്രെയിൻ കണ്ടിന്യൂസ് ആവുന്നത് എന്നുള്ളത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയാണ് ഔട്ടർ മെംബ്രെയിൻ കാണുന്നത് എന്നുള്ളത് ഈ ഡയഗ്രത്തിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് നോക്കിയേ, ന്യൂക്ലിയോളസ് പ്രസൻ്റ് ആണ്, ക്രോമാറ്റിൻ പ്രസൻ്റ് ആണ്, ന്യൂക്ലിയർ പോർ ഉണ്ട്, ന്യൂക്ലിയർ എൻവലപ്പ്, അങ്ങനെ പല സ്ട്രക്ചേഴ്സും ഒരു ന്യൂക്ലിയസിനകത്ത് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. The nuclear membrane contains many pores called nuclear pores. ന്യൂക്ലിയർ മെംബ്രെയിനകത്ത് പല സുഷിരങ്ങളുണ്ട്, അതിനെ നമ്മൾ ന്യൂക്ലിയർ പോറുകൾ എന്ന് പറയുന്നു. These pores are arranged in rows in plant cells or clusters in lymphocytes but usually are randomly distributed. ഈ പോറുകളെല്ലാം അല്ലെങ്കിൽ ഈ സുഷിരങ്ങളെല്ലാം റോസ് ആയിട്ടായിരിക്കും പ്ലാന്റ് സെൽസിനകത്ത് കാണാറുള്ളത്, അല്ലെങ്കിൽ ലിംഫോസൈറ്റ്സിലാണെങ്കിൽ ക്ലസ്റ്റേഴ്സ് ആയിരിക്കും കാണാറുള്ളത്. മിക്കവാറും അത് റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ന്യൂക്ലിയർ പോർസ് ഫോം പാസേജ് വേസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയോപ്ലാസം ആൻഡ് ദ സൈറ്റോപ്ലാസം. ന്യൂക്ലിയോപ്ലാസവും സൈറ്റോപ്ലാസവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോകാനുള്ളൊരു പാസേജ് വേസ് ആയിട്ടാണ് ന്യൂക്ലിയർ പോറുകൾ ആക്ട് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ന്യൂക്ലിയർ പോർ കോംപ്ലക്സിൻ്റെ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഔട്ടർ മെംബ്രെയിൻ കാണാം, ഇന്നർ മെംബ്രെയിനും കാണാം. അതിനിടയ്ക്ക് വന്നിരിക്കുന്ന ആ സുഷിരം അല്ലെങ്കിൽ ആ ഹോളിനകത്താണ് നമ്മുടെ ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയർ പോർ വഴിയാണ് സബ്സ്റ്റൻസുകളെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത് ഈ ന്യൂക്ലിയർ പോറുകൾ വഴിയാണ്. നെക്സ്റ്റ് ഇസ് എ ന്യൂക്ലിയോപ്ലാസം. The nucleus is filled with a homogeneous, transparent, acidophilic substance known as a nucleoplasm or nuclear sap or karyolymph. ന്യൂക്ലിയസിനെ ഫില്ല് ചെയ്തുകൊണ്ട് ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആസിഡ് ലവിങ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയർ സാപ്പ് അല്ലെങ്കിൽ കാരിയോലിംഫ് എന്ന് പറയുന്നത്. ദർ ആർ വൺ ഓർ മോർ ഡെഫിനിറ്റ് സ്ട്രക്ചേഴ്സ് കോൾഡ് ന്യൂക്ലിയോളായി. അതുകൂടാണ്ട് വൺ ഓർ മോർ ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ന്യൂക്ലിയോളായി എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറും ന്യൂക്ലിയസിനകത്ത് പ്രസൻ്റ് ആണ്. ക്രോമാറ്റിൻ ത്രെഡ്സ് റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദ ന്യൂക്ലിയോപ്ലാസം. ക്രോമാറ്റിൻ ത്രെഡ്സ് സസ്പെൻഡഡ് ആയിട്ട് ന്യൂക്ലിയോപ്ലാസ്റ്റിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇൻ അഡീഷൻ ദർ മേ ബി ലാർജർ ബോഡീസ് വിച്ച് സ്റ്റെയിൻ ലൈക്ക് ക്രോമാറ്റിൻ ത്രെഡ്സ് ആൻഡ് ഹെൻസ് ദേ ആർ നോൺ ആസ് ക്രോമാറ്റിൻ ന്യൂക്ലിയോളായി ഓർ ഫാൾസ് ന്യൂക്ലിയോളായി. ഇതുകൂടാണ്ട് ചില ലാർജർ ആയിട്ടുള്ള ബോഡീസും ഒരു ന്യൂക്ലിയസിനകത്ത് പ്രസൻ്റ് ആയിരിക്കും, ക്രോമാറ്റിൻ ത്രെഡ് പോലെ തന്നെ സ്റ്റെയിൻ ചെയ്യുന്നത്. അതിനെ നമ്മൾ ക്രോമാറ്റിൻ ന്യൂക്ലിയോളായി അല്ലെങ്കിൽ ഫാൾസ് ന്യൂക്ലിയോളായി എന്നാണ് പറയാറുള്ളത്. The nuclear sap contains organic and inorganic substances like nucleic acids, proteins, and enzymes and minerals. ന്യൂക്ലിയർ സാപ്പിനകത്ത് ഓർഗാനിക്കും ഇനോർഗാനിക് സബ്സ്റ്റൻസും പ്രസൻ്റ് ആണ്. ന്യൂക്ലിക് ആസിഡ്സ്, പ്രോട്ടീൻസ്, എൻസൈംസ്, മിനറൽസ് ഇതെല്ലാം ന്യൂക്ലിയോപ്ലാസ്റ്റിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. Chromatin reticulum. They are lightly stained thread-like bodies embedded in the nucleoplasm called the chromonimata which form a network called the chromatin reticulum. ലൈറ്റായിട്ട് സ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ത്രെഡ് പോലെ കാണുന്ന നൂല് പോലെ കാണുന്ന ബോഡീസിനെയാണ്, ന്യൂക്ലിയോപ്ലാസ്റ്റിൽ കാണുന്ന നൂല് പോലെ കാണുന്ന ആ ലൈറ്റായിട്ട് സ്റ്റെയിൻ പിടിക്കുന്ന ആ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ക്രോമോനിമേറ്റ എന്ന് പറയുന്നത്. അതൊരു നെറ്റ്വർക്കായിട്ട് കാണുമ്പോൾ നമ്മളതിനെ ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയും. ദേ റെപ്രസെൻറ്റ് ദ ക്രോമസോംസ്. അവരാണ് ആക്ച്വലി ക്രോമസോംസ് ആയിട്ട് മാറുന്നത്, കണ്ടൻസ് ചെയ്ത് ക്രോമസോംസ് ആയിട്ട് മാറുന്നത് ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം ആണ്. ക്രോം ഇൻ ഗ്രീക്ക് മീൻസ് കളർ ബിക്കോസ് ദേ ആർ കളർ ഡ്യൂറിങ് സ്റ്റെയിനിങ്. ക്രോം എന്ന് വെച്ചാൽ ആക്ച്വലി കളർ എന്നാണ് മീനിങ്, കാരണം അവർ നമ്മൾ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കളർ പിടിക്കാറുണ്ട്. ദ ക്രോമാറ്റിൻ നെറ്റ്വർക്ക് റെഡ്ലി സ്റ്റെയിൻസ് വിത്ത് ബേസിക് ഡൈസ്.
കൂടുതലായിട്ടും ബേസിക് ഡൈസ് വെച്ചാണ് പെട്ടെന്ന് സ്റ്റെയിൻ പിടിക്കാറുള്ളത്. ദ ക്രോമാറ്റിക് നെറ്റ്വർക്ക് ഇസ് കണ്ടൻസ് ടു ഫോം തിക്ക് റിബൺ ലൈക്ക് ബോഡീസ് കോൾ ക്രോമോസോംസ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ്റെ സമയത്ത് ഈ ക്രോമാറ്റിക് നെറ്റ്വർക്ക് കണ്ടൻസ് ചെയ്തിട്ട് തിക്കായിട്ടുള്ള റിബൺ ലൈക്ക് സ്ട്രക്ചേഴ്സായിട്ട് മാറും. അതിനെയാണ് നമ്മൾ ക്രോമോസോംസ് എന്ന് പറയുന്നത്. അറ്റ് സർട്ടൻ സ്റ്റേജസ് ഓഫ് സെൽ ഡിവിഷൻ ദ ക്രോമാറ്റിൻ റെറ്റിക്കുലം മേ ഷോ ബീഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾ ക്രോമോമിയേഴ്സ്. ഇനി സെൽ ഡിവിഷൻ തന്നെ ചില സ്റ്റേജസിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം ബീഡ് പോലുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ക്രോമോമിയേഴ്സ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആയിട്ട് മാറാറുണ്ട്. ഇവിടെ ഒരു ക്രോമസോമിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ബീഡ് പോലെ കാണുന്ന ക്രോമോമിയേഴ്സിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്രോമോമിയേഴ്സ് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും ടിപ്പിനകത്ത് ടീലോമിയർ, ക്രോമോനിമേറ്റർ, സെൻട്രോമിയർ, സെക്കൻഡറി കൺസ്ട്രക്ഷൻ, സാറ്റലൈറ്റ് ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. ക്രോമസോമിൻ്റെ സ്ട്രക്ചർ നമ്മൾ വിശദമായിട്ട് പിന്നീട് പറയുന്നതായിരിക്കും. ന്യൂക്ലിയോളസ്. Fontana in 1874 discovered the presence of round oval bodies called nucleoli embedded in the nucleoplasm. ഫൊണ്ടാനയാണ് 1874 ആദ്യമായിട്ട് റൗണ്ട് ആയിട്ടുള്ള ഓവൽ ബോഡീസ് ന്യൂക്ലിയസിനകത്ത് അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസ്റ്റിൽ കാണുന്നുണ്ട്. അതിനെ ന്യൂക്ലിയോളായി എന്ന് പറഞ്ഞ് ഡിസ്കവർ ചെയ്ത്. ന്യൂക്ലിയോളായി ആർ ഡിസ്റ്റിങ്ക്ട് ഇൻ ദ ഇൻ്റർഫേസ് ന്യൂക്ലിയസ്. ഇൻ്റർഫേസ് ന്യൂക്ലിയസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ന്യൂക്ലിയോളായി നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. ദേ ഡിസപ്പിയർ അറ്റ് പ്രോഫേസ്, remain indistinct during metaphase and anaphase and reappear only during telophase. ന്യൂക്ലിയോളസ് നമ്മുടെ സെൽ ഡിവിഷൻ്റെ പല സ്റ്റേജസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫേസ് എന്ന് പറഞ്ഞ ആദ്യത്തെ സ്റ്റേജിനകത്ത് ന്യൂക്ലിയോളസ് ഡിസപ്പിയർ ചെയ്യും, നമുക്ക് കാണാനായിട്ട് പറ്റില്ല. മെറ്റാഫേസ് സ്റ്റേജിലും അനാഫേസ് സ്റ്റേജിനകത്തും അത് ഇൻഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും. എന്നിട്ട് ടീലോഫേസ് സ്റ്റേജ് എത്തുമ്പോൾ അത് വീണ്ടും റീഅപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ന്യൂക്ലിയോളായി ഒക്യുപ്പൈ എ ഫിക്സ്ഡ് പൊസിഷൻ. ന്യൂക്ലിയോളായിക്ക് ഒരു ഫിക്സ്ഡ് പൊസിഷൻ ആയിരിക്കും ഉണ്ടാവുക. അത് സാധാരണയായിട്ട് ക്രോമസോംസിലുള്ള ന്യൂക്ലിയോളാർ ഓർഗനൈസിങ് പോർഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ന്യൂക്ലിയോളസ് കാണാറുള്ളത്. ദ നമ്പർ ഓഫ് ന്യൂക്ലിയോളായി വേരീസ് ഫ്രം സ്പീഷീസ് ടു സ്പീഷീസ് ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ക്രോമസോം സെറ്റ്സ്. എത്ര ന്യൂക്ലിയോളായി ഒരു സെല്ലിനകത്ത് ഉണ്ടെന്നുള്ളത് പല സ്പീഷീസിനനുസരിച്ച് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ക്രോമസോം സെറ്റിൻ്റെ അനുസരിച്ചും എത്ര ക്രോമസോം സെറ്റ്സ് ഉണ്ട് എന്നതിനനുസരിച്ചും ന്യൂക്ലിയോളസിൻ്റെ നമ്പർ മാറിക്കൊണ്ടിരിക്കും. ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയോള ഈസ് റിലേറ്റഡ് ടു ദ സിന്തറ്റിക് ആക്ടിവിറ്റീസ് ഓഫ് ദ സെൽ. സെല്ലിൻ്റെ ആക്ടിവിറ്റീസ് എന്താണ്, ഫങ്ഷൻ എന്താണെന്നനുസരിച്ച് ന്യൂക്ലിയോളസിൻ്റെ സൈസും മാറിക്കൊണ്ടിരിക്കും. Under the light microscope, nucleolus appears as a fluid or semi-solid body of homogeneous consistency. ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂക്ലിയോളസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു സെമി സോളിഡ് ആയിട്ടുള്ള ഒരു ബോഡി ആയിട്ടാണ്, ഹോമോജീനിയസ് ആയിട്ട് ത്രൂ ഔട്ട് സെയിം ടെക്സ്ചറുള്ള ഒരു ബോഡി ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റാറുള്ളത്. Chromosomes. In certain cells such as salivary glands of Drosophila and Sierra, one or more areas of nucleus stain very dark with basic dyes. Such areas are called chromosomes. നമ്മൾ ഡ്രോസോഫിലയുടെയൊക്കെ സലൈവറി ഗ്ലാൻഡ് സെൽസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില റീജിയൻസ് നന്നായിട്ട് ന്യൂക്ലിയസിനകത്ത് ചില റീജിയൻസ് നന്നായിട്ട് സ്റ്റെയിൻ പിടിക്കുന്നതായിട്ട് കാണും. ബേസിക് ഡൈസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ക്രോമോസെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്രോമോസെൻറ്റേഴ്സ് ആക്ച്വലി ഹെട്രോക്രോമാറ്റിനുമായിട്ട് ഡിഫറെൻ്റ് ഇൻ സ്ട്രക്ചറാണ്. അവരുടെ സൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെട്രോക്രോമാറ്റിനുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ക്രോമോസെൻറ്റേഴ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഇതാണ് നടുക്ക് കാണുന്നതാണ് ക്രോമോസെൻറ്റർ. ഇത് ആക്ച്വലി സലൈവറി ഗ്ലാൻഡ് സെല്ലാണ് ഡ്രോസോഫിലയുടെ. നെക്സ്റ്റ് ഇസ് ദ കെമിസ്ട്രി ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയോ പ്രോട്ടീൻസ്. ന്യൂക്ലിയസിനകത്ത് മെയിനായിട്ട് ന്യൂക്ലിയോ പ്രോട്ടീൻസ് ആണുള്ളത്. അതുകൂടാതെ എൻസൈംസ്, ഇനോർഗാനിക് സോൾട്ട്, ലിപ്പിഡ്സ് ഒക്കെ സ്മോളർ എമൗണ്ടിൽ കാണാനായിട്ട് പറ്റും. 3 ഗ്രൂപ്പ്സ് ഓഫ് ന്യൂക്ലിയോ പ്രോട്ടീൻസ് ആണ് സാധാരണയായിട്ടുള്ളത്. ബേസിക് പ്രോട്ടീൻസ്, അസിഡിക് പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ്. ന്യൂക്ലിക് ആസിഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റുവൻ്റ് ഒരു ന്യൂക്ലിയസിനകത്ത്. 2 ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും റൈബോ ന്യൂക്ലിക് ആസിഡും. DNA is present in the chromatin network. DNA കാണുന്നത് ക്രോമാറ്റിൻ നെറ്റ്വർക്കിനകത്തായിട്ടും RNA കാണുന്നത് ന്യൂക്ലിയോളസിനകത്തും അല്ലെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റിയിൽ ക്രോമസോംസിലും ആണ്. ഇനി ലിപ്പിഡ്സ് കാണാറുള്ളത് ലിപ്പോ പ്രോട്ടീൻ അല്ലെങ്കിൽ ഫോസ്ഫോ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞ ഫോമിലാണ് ലിപ്പിഡ്സ് കാണാറുള്ളത്.
3.1% ആണ് ടോട്ടൽ ന്യൂക്ലിയസിൻ്റെ വെയിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 3.1% മാത്രമാണ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് പല എൻസൈംസും നമുക്ക് ന്യൂക്ലിയസിനകത്ത് കാണാനായിട്ട് പറ്റും. ന്യൂക്ലിയോസൈഡ് ഫോസ്ഫോറിലേസ്, റൈബോ ന്യൂക്ലിയസ് പോലുള്ള എൻസൈംസും നമുക്ക് ന്യൂക്ലിയസിനകത്ത് കാണാനായിട്ട് പറ്റും. ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, സോൾട്സ് ഓഫ് കാൽഷ്യം, അയൺ, സിങ്ക്, ഇതെല്ലാം നമുക്ക് ന്യൂക്ലിയസിനകത്ത് കാണാനായിട്ട് പറ്റും. ലാസ്റ്റാണ് ഫങ്ഷൻസ് ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ എന്തൊക്കെ ഫങ്ഷൻസ് ആണുള്ളത്? മെറ്റബോളിസം. ന്യൂക്ലിയസ് ആണ് സെല്ലിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നിയന്ത്രിക്കുന്നത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. അതുപോലെ തന്നെ സെല്ലിൻ്റെ മെറ്റബോളിസവും റെഗുലേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. പിന്നെയുള്ള ഫങ്ഷനാണ് ഹെറിഡിറ്ററി, അല്ലേ? ന്യൂക്ലിയസിനകത്താണ് നമ്മുടെ DNA എന്ന ജനറ്റിക് മെറ്റീരിയൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് സിഗ്നിഫിക്കൻ്റ് റോളാണ് ഹെറിഡിറ്ററിയിലുള്ളത്. പിന്നെയുള്ളതാണ് ഡിഫറൻസിയേഷൻ. എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസിനകത്ത് സെൽ ഡിഫറൻസിയേഷൻ നിയന്ത്രിക്കുന്നത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ദ പ്രസൻസ് ഓഫ് ന്യൂക്ലിയർ എൻസൈംസ് സച്ച് as DNA polymerase, DPN synthetase, etc. points to the fact that DNA replication and transcription occurs mainly in the nucleus. നമുക്ക് ന്യൂക്ലിയർ എൻസൈംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും DNA റിപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്, DNA-യിൽ നിന്ന് RNA ഉണ്ടാക്കുന്ന ആ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും മെയിനായിട്ട് ന്യൂക്ലിയസിനകത്താണ് നടക്കുന്നത്. പിന്നെയുള്ളതാണ് RNA സിന്തസിസ്. റൈബോസോമൽ RNA ഒക്കെ ഉണ്ടാക്കുന്നത് ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോളസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ്. പിന്നെ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ്. ന്യൂക്ലിയർ മെംബ്രെയിനാണ് ആക്ച്വലി സൈറ്റോപ്ലാസവും ന്യൂക്ലിയോപ്ലാസവും തമ്മിലുള്ള പല സബ്സ്റ്റൻസുകളും എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്ന നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിനാണ്. പിന്നെ സപ്പോർട്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രൊവൈഡ്സ് എ സർഫസ് ഫോർ ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് structural elements of the cytoplasm such as microtubules and microfilaments. മൈക്രോട്യൂബ്യൂൾസും ഒക്കെ അതുപോലെ തന്നെ മൈക്രോഫിലമെൻസും ഒക്കെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സർഫസ് ആയിട്ട് നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിൻ റോള് പ്ലേ ചെയ്യാറുണ്ട്. ജനറ്റിക് കോഡ്. ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് എ മാസ്റ്റർ പ്ലാൻ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിൻ്റെ മാസ്റ്റർ പ്ലാൻ നമ്മുടെ ന്യൂക്ലിയസിൻ്റെ കൈകളിലാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ന്യൂക്ലിയസിൻ്റെ ഫങ്ഷൻസ്. താങ്ക് യു.